ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായ ചന്ദ്രബാബു നായിഡുവിനെതിരെയുള്ള ശക്തമായ രാഷ്ട്രീയ പോരാട്ടം തുടരും എന്ന് തന്നെയാണ് ജഗൻമോഹൻ റെഡ്ഡി പറയുന്നത്. അതിനുവേണ്ടി ഏതറ്റം വരെയും താൻ പോകും എന്ന് കൃത്യമായി പറയുന്നു. ചന്ദ്രബാബു നായിഡു ജഗൻമോഹനെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്: വൈരാഗ്യ ബുദ്ധിയുടെ ഉറവിടം എന്ന രീതിയിലാണ് അദ്ദേഹത്തിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, രാജശേഖർ റെഡ്ഡിയുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മകളായ ശർമിള കോൺഗ്രസിൻ്റെ അമരത്തേക്ക് വരികയും കോൺഗ്രസിന് വേണ്ടി പടപൊരുതുകയും ചെയ്തു. എന്നാൽ പ്രതീക്ഷിച്ചത്ര മുന്നേറ്റം ഉണ്ടാക്കാൻ ആന്ധ്രാപ്രദേശ് എന്ന സംസ്ഥാനത്ത് കോൺഗ്രസിന് കഴിയുന്നില്ല. എന്നാൽ TDPയെ തകർക്കാൻ കോൺഗ്രസും അതോടൊപ്പം YSR കോൺഗ്രസും ഒരുമിച്ച് നിൽക്കേണ്ടത് അനിവാര്യമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള രാഷ്ട്രീയ നീക്കമാണ്. BJPയുമായി സന്ധി ചെയ്യുന്നതിൽ TDPയിലെ പല MLAമാർക്കും, പ്രത്യേകിച്ചും ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് അതിയായിട്ടുള്ള രോക്ഷമുണ്ട്. BJPയുമായി ബന്ധപ്പെട്ട ധാരണ അത് ഏറെക്കാലം മുന്നോട്ട് പോകില്ല എന്ന് വ്യക്തമാകുന്ന സൂചനകളും വരികയാണ്. TDPയിൽ നിന്ന് തന്നെ ഒരു പിളർപ്പുണ്ടാകാനുള്ള എല്ലാവിധ സാധ്യതയും രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അവർ ഒരുപക്ഷെ കോൺഗ്രസിലേക്കോ YSR കോൺഗ്രസിലേക്കോ ചേക്കേറാനുള്ള സാധ്യതയുമുണ്ട്. ഇപ്പോൾ ശക്തമായ പ്രതിപക്ഷം എന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകാനാണ് YSRൻ്റെ നീക്കം. YSR കോൺഗ്രസിന് നിലവിൽ 11 MLAമാർ മാത്രമേ ഉള്ളെങ്കിലും വൈകാതെ അംഗസംഖ്യ കൂടും എന്ന ജഗൻമോഹൻ്റെ പ്രഖ്യാപനം ആശാവഹമായി തന്നെയാണ് ചന്ദ്രബാബു നായിഡു കാണുന്നത്. ചെറിയ കാര്യമായി അതിനെ കണക്കാക്കാൻ കഴിയില്ല. നിലവിൽ ചന്ദ്രബാബു നായിഡുവിന് കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്കുണ്ട് എങ്കിൽ പോലും വളരെ വൈകാതെ തന്നെ അദ്ദേഹത്തിന് വലിയ നഷ്ടങ്ങൾ സംഭവിക്കും എന്ന ഒരു താക്കീതാണ് ജഗൻമോഹൻ റെഡ്ഡി കൊടുത്തിരിക്കുന്നത്. ജഗൻമോഹൻ റെഡ്ഡിയുടെ ഭരണകാലയളവിൽ ചന്ദ്രബാബു നായിഡു ജയിലിലേക്ക് പോയ ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതേ രീതിയിൽ തന്നെ ഉരുളയ്ക്കുപ്പേര് പോലെ ഒത്ത രീതിയിൽ തന്നെ മറുപടി എന്ന രീതിയിൽ വാശിയോടെ ചന്ദ്രബാബു നായിഡു തിരിച്ച് കടന്നിറങ്ങുകയാണ്. നായിഡുവിൻ്റെ ഏറ്റവും വലിയ എതിരാളിയായിരുന്നു രാജശേഖർ റെഡ്ഡി. രാഷ്ട്രീയത്തിനകത്ത് കോൺഗ്രസിനെ തുടർ വിജയങ്ങളിലേക്ക് വലിയ രീതിയിൽ കരപിടിച്ച് കയറ്റിയത് അദ്ദേഹം തന്നെയാണ്. ആന്ധ്രാപ്രദേശിൽ അദ്ദേഹത്തിൻ്റെ മരണം വരെയും അദ്ദേഹം വഹിച്ചിരുന്ന സ്ഥാനം എന്നത് ജനങ്ങൾക്കിടയിലായിരുന്നു. തീർച്ചയായും അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായുണ്ട്. ഇപ്പോഴും കോൺഗ്രസിനെയും രാജശേഖർ റെഡ്ഡിയെയും സ്നേഹിക്കുന്ന നിരവധി പേരുണ്ട്. അവർ ഒരുമിച്ച് നിന്നാൽ TDPയുടെ ഈ താൽക്കാലിക മുന്നേറ്റത്തെ തകർക്കാൻ കഴിയുമെന്ന ഉറച്ച ആത്മവിശ്വാസം ശർമിളയും പകരുന്നുണ്ട്. തീർച്ചയായും കോൺഗ്രസും YSR കോൺഗ്രസും രാജ്യസഭയിൽ ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ്. അത് ലോക്സഭയിലേക്കും നടത്താൻ വേണ്ടിയുള്ള പദ്ധതി ആവിഷ്കരിക്കുകയാണ്. വരുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഒരംഗത്തെ പോലും ജയിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ അതിദാരുണമായാണ് YSR കോൺഗ്രസ് പരാജയപ്പെട്ടത് എന്നത് വാസ്തവമാണ്. എന്നാൽ TDPക്കിടയിലെ ഈ പിളർപ്പ്, ഈ വിദ്വേഷം, ഈ രീതിയിലുള്ള മനോഭാവം, ന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള സംശയങ്ങൾ, ഇതെല്ലാം BJP TDP സഖ്യത്തെ വലിയ രീതിയിൽ ബാധിക്കും. നിലവിൽ BJPക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് തന്നെ TDPയുടെ പിന്തുണ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ BJP കരുതലോടുകൂടിയാണ് നീങ്ങുന്നത്. അവിടെയും പിളർപ്പുണ്ടാക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ YSRും കോൺഗ്രസ് പാർട്ടിയും തീർച്ചയായും ശ്രമിക്കും എന്നുള്ളത് വ്യക്തം.